കാൽക്കോടി വോട്ടുകൾ, അതായത് 25 ലക്ഷത്തോളം കള്ള വോട്ടുകൾ ഹരിയാനയിൽ പിടികൂടിയത് കൃത്യമായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തന്നെയാണ്. ബ്രസീലിൽ നിന്നുള്ള ഒരു മോഡൽ ഹരിയാനയിൽ എന്തു ചെയ്യുകയായിരുന്നു? വോട്ടിംഗ് ദിനത്തിൽ 22 കള്ള വോട്ടുകൾ അവർ മാത്രം 10 നിയോജക മണ്ഡലങ്ങളിൽ മാറി മാറി ചെയ്തതായുള്ള റിപ്പോർട്ടാണ് രാഹുൽ ഗാന്ധി പൊളിച്ചടുക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരം മുട്ടിയിരിക്കുകയാണ്. 25 ലക്ഷത്തോളം കള്ള വോട്ടുകൾ. ഹരിയാനയിൽ 74 സീറ്റുകളിൽ കോൺഗ്രസ് ജയിക്കേണ്ടതായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. 90-ൽ 74 സീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കണം, ഹരിയാനയിൽ ബഹുഭൂരിപക്ഷം കോൺഗ്രസിന്റെ വിജയം തന്നെയായിരുന്നു. എന്നാൽ വോട്ടെണ്ണി കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിത ട്വിസ്റ്റ് ഉണ്ടാകുന്നു. ഗോദി ചാനലുകൾ ആഘോഷിക്കാൻ തുടങ്ങുന്നു. വലിയ തോതിലുള്ള വോട്ട് ചോരി നടക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തതാണ്. അവിടെ വോട്ടിംഗ് മെഷീനിലെ ബാറ്ററി അടിച്ചു മാറ്റി എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം. അതിനകത്ത് സാധാരണഗതിയിൽ അവിടെ ഒരു മെഷീനിലെ വോട്ട് മുഴുവൻ പോൾ ചെയ്യുമ്പോൾ ആ ബാറ്ററി ചാർജ് 100%-ത്തിൽ നിന്നും ഏറ്റവും കുറഞ്ഞത് 90%-എങ്കിലും ആകും. എന്നാൽ അവിടെ വോട്ടെണ്ണിയ എല്ലാ വോട്ടിംഗ് മെഷീനിലെയും അവിടുത്തെ ചാർജ് അസ്വാഭാവികം നിറഞ്ഞതായിരുന്നു. പലതിലും 99-100%-ആയിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? 25 ലക്ഷം കള്ള വോട്ടുകൾ കൈയോടെ പിടികൂടിയിരിക്കുകയാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. ഇത് ചെറിയ കളിയല്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനെ ജയിലിലേക്ക് അയക്കണം, നടപടി ഉണ്ടാകണം. ജ്ഞാനേഷ് കുമാറാണ് മുഖ്യപ്രതി. ജ്ഞാനേഷ് കുമാർ വലിയ തോതിലുള്ള തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. രാജീവ് കുമാറും ജ്ഞാനേഷ് കുമാറും ചേർന്നായിരുന്നു ഈ കള്ളക്കളി മുഴുവൻ BJPക്ക് വേണ്ടി ചെയ്തു കൊടുത്തത്, വലിയ തോതിലുള്ള ഒത്താശ ചെയ്തു കൊടുത്തത്. എന്നിട്ട് ഒന്നും അറിയാതെ പഞ്ചപുച്ചമടക്കി മിണ്ടാതിരിക്കുകയാണ്. കേന്ദ്രം ഭരിക്കുന്ന BJP ഹരിയാനയിൽ നടത്തിയ വോട്ട് കൊള്ളയാണ് വീണ്ടും നയാബ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രിയാക്കിയത്. സ്വാഭാവികമായും ഗ്രൗണ്ട് റിപ്പോർട്ട് പ്രകാരവും അവിടെ നടക്കുന്ന ഓരോരോ പോളിംഗ് മനസ്സിലാക്കുമ്പോൾ ജനവിധി കോൺഗ്രസിന് അനുകൂലമാണെന്ന് മണത്തറിഞ്ഞ BJP വലിയ തോതിലുള്ള വോട്ട് ചോരിയാണ് നടത്തിയത്. കള്ളക്കളി പൊളിഞ്ഞടുങ്ങിയിരിക്കുകയാണ്. BJPയുടെ തട്ടിപ്പ് ജനസമക്ഷം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങൾ ഇനി ഈ കാപട്യം നിറഞ്ഞ സംഘപരിവാർ നേതാക്കൾക്ക് അനുകൂലമായി ചിന്തിക്കുകയില്ല. ജനങ്ങൾ തിരിച്ചറിയാൻ വൈകിപ്പോയി. പക്ഷേ രാഹുൽ ഗാന്ധി എല്ലാ ഭീഷണികളെയും മറികടന്നുകൊണ്ട് അവിടെ സത്യം തെളിയിച്ചിരിക്കുന്നു.